തൃശൂരിൽ അവസാന നാളിലും പ്രചാരണം സജീവമാണ്. അട്ടിമറി വിജയം നേടുമെന്നുറപ്പിച്ച് കോൺഗ്രസും ബിജെപിയും. വോട്ടെടുപ്പിനായുള്ള സജ്ജീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. നിശബ്ദമെങ്കിലും പ്രചാരണം തകൃതിയാണ്. വോട്ടെടുപ്പിന് മുന്നേയുള്ള അവസാന മണിക്കൂറിലും വോട്ടുറപ്പിക്കാൻ അതാത് മേഖലകളിൽ സജീവമാണ് സ്ഥാനാർത്ഥികൾ. വോട്ടർമാരെ ഒരിക്കൽ കൂടി കാണാനും വോട്ട് അഭ്യർത്ഥിക്കാനും രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ ഇറങ്ങി. ആത്മവിശ്വാസം ചോരാതെയാണ് അവസാന മണിക്കൂറുകളിലും പ്രവർത്തനം. 38-40 സീറ്റുകളിൽ UDF സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കഴിഞ്ഞ CPM-ന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ 5 വർഷത്തെ LDF ഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥയും തന്നെയാണ്. നിശബ്ദ പ്രചാരണമാണ്. ഈ സമയം വരെ ഞങ്ങളുടെ ഡിവിഷൻ്റെ പകുതി ഭാഗം എല്ലാ വീടുകളിലും കയറി നമ്മുടെ വോട്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞു. നല്ല ശുഭാപ്തി വിശ്വാസത്തിലാണ്. ജനങ്ങളും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. കാരണം കഴിഞ്ഞ 15 വർഷം കൗൺസിലറായും അതിന് ശേഷം 5 വർഷത്തിനുള്ളിൽ ഒരു 2.5 വർഷം മേയറായി ഇരുന്ന ഒരാളാണ് ഇവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം ഈ 20 വർഷവും ഇവിടെ ഇരുന്നിട്ട് യാതൊരു വികസനവും കൊണ്ടുവരാതെ ഇനിയും ഞാൻ വികസനം കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത്. ജില്ലയിലെ 3331 പോളിംഗ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 8 മണിയോടെ വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു. ആൾക്കൂട്ടം ഒഴിവാക്കാൻ ഓരോ ബാച്ചുകളായാണ് വിതരണം നടക്കുന്നത്. ആദ്യത്തെ 1 മുതൽ 25 ബൂത്തുകൾ അങ്ങനെ ഒരു ക്രമീകരണം നടത്തിയിട്ടുണ്ട്. പോലീസ് 30-ഓളം പോലീസുകാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലാത്ത തരത്തിൽ എല്ലാ അറേഞ്ച്മെന്റ്സും സുഖമായിട്ട് പോകുന്നുണ്ട്. വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഹൈദരാബാദ് പോലീസ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ കൂടുതൽ പോലീസിനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാ ബൂത്തുകളിലും തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു. കൊറോണ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കി പോളിംഗ് സുഗമമാക്കാൻ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ജനം, തൃശൂർ.